ഹലോ. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് എവർ വ്ളോഗാണ്. എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ 30ഓളം ഫ്രണ്ട്സ് പറഞ്ഞു നീ ഒന്ന് വ്ളോഗ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പം ഞാനോർത്തു വൈ നോട്ട്, എടുത്ത് നോക്കാം, അവർ റിക്വസ്റ്റ് ചെയ്തതല്ലേ. പക്ഷേ എനിക്ക് എൻ്റെ ചിരി വരുന്നുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യുമെന്ന് പോലെ എനിക്കറിയത്തില്ല. കുറച്ച് കഴിയുമ്പം ഇത് കേൾക്കുമ്പം, എൻ്റെ സൗണ്ട് കേൾക്കുമ്പം എനിക്ക് തന്നെ തോന്നും വേണ്ട, ഇത് നിനക്ക് പറ്റിയ പണിയല്ല എന്ന്. എനിവേസ്, കം ടു ദ പോയിൻറ്റ്. ഞാനിപ്പോൾ പുറത്തേക്ക് പോകാൻ പോവാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട്. എന്താപ്പാ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. എനിവേസ്, നമുക്ക് പുറത്ത് പോവാം. എൻ്റെ കൂട്ടുകാർ വെയിറ്റിംഗ് ആണ്. ഒരാൾ ഇവിടെ തന്നെ ഉള്ളതാണ്, ഒരാൾ പുറത്ത് അവിടെ നമ്മൾ മുകളിൽ വെച്ചാൽ കാണുന്നത്, അവിടോട്ട് വരാമെന്നാണ് പറഞ്ഞത്. കണ്ടോ, എന്നെ വളർന്നു വരാൻ ഈ കിളികളോ വീട്ടുകാരോ സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരാളവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. 10 മണിക്കാണ് നമ്മൾ സമയം പറഞ്ഞത്. ഇപ്പോൾ 9:45 ഞാൻ പോലും ഇറങ്ങിയിട്ടില്ല, അവളും ഇറങ്ങി കാണത്തില്ല, ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. എനിവേസ്, അവളെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ 10 മണി എന്ന് പറയുന്നത് 10 മണിക്ക് ചെല്ലത്തുള്ളൂ, കാരണം അപ്പോഴേ അവർ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് റോസുവിൻ്റെ അടുത്തേക്കാണ്. അവളെ എനിക്ക് തോന്നുന്നു ജനിച്ച് വീണപ്പത്തൊട്ട് എനിക്കറിയാം. നമ്മൾ ഒരുമിച്ചാണ് കാറ്റിസം, സ്കൂൾ, കോളേജ്, പല പല കോഴ്സസൊക്കെ ആയിരുന്നു. പക്ഷേ ഒരുമിച്ചാണ് പോയി വന്നുകൊണ്ടിരുന്നേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കോളേജൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലിക്കൊക്കെ കയറിയതിന് ശേഷം ഞങ്ങളധികം അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ രണ്ടുപേരെയും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ 3ാമത്തെ ആൾ മിസ് ആര്യ ദുബായിൽ പോയി, അവൾ അവിടെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ? എനിവേസ്, വാ പോവാം. സോറി, ഞാൻ അടുത്ത ആളിനെ പറ്റി പറഞ്ഞില്ല. അതായത് ഇപ്പോൾ മുകളിൽ നമുക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യത്തില്ലേ, അയാളെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, റോസുമായിട്ട് ഞാൻ ഓൾറെഡി ഞങ്ങൾ വന്നു പൊക്കോണ്ടിരുന്ന ഒരുമിച്ച്, എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ +1 ക്ലാസ് ആയപ്പോഴത്തേക്കും ഇവൾ ഹ്യൂമാനിറ്റീസ് ബാച്ചും ഞാൻ സയൻസ് ബാച്ചും ആയിപ്പോയി. അപ്പോൾ എനിക്ക് ആ വിരഹ ദുഃഖം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇൻ്റർവെല്ല്, ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അവളെ ക്ലാസ്സിൽ പോയി നിൽക്കും. അങ്ങനെ ഇവളിതൂ എനിക്ക് പരിചയപ്പെട്ടതാണ് റുക്കുവിനെ. അപ്പോൾ റുക്കു ആണ് ഇന്ന് നമ്മളോട് വരുന്നത്. ഞാൻ കുറേ അപ്പോൾ എന്ന് പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കല്ലേ, ടെൻഷൻ കാരണം. ചൂടും എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫാൻ, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, പാവപ്പെട്ട എനിക്ക് മൈക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഫാനൊക്കെ അണച്ചിട്ടിട്ടാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നോയ്സൊക്കെ ഉണ്ട്, എനിക്കറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വ്ളോഗ് എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എൻ്റെ 30ഓളം ഫ്രണ്ട്സ് എന്തായാലും കാണും. അപ്പോൾ യെസ്, നമുക്ക് പോയിട്ട് വരാം. എത്രത്തോളം വ്ളോഗ് എടുക്കാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല. മോളൊക്കെയാണ്, സൺഡേ ആണ്, റഷ് ഉണ്ടാവും. വോയിസ് ഓവർ ആയിരിക്കും കൂടുതൽ, എനിക്കും അതാ താല്പര്യം. ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്തോ നാണം വരുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്, കമോൺ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ വെയിലത്തിറങ്ങി നടന്നു. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും അതാ വരുന്നു വണ്ടിയിൽ എൻ്റെ കൂട്ടുകാരി ബെനാസിൽ ബെൻസിഗർ. ആക്ച്വലി ഇവൾ എൻ്റെ ഒരു ലൈഫ് സേവർ ആയിരുന്നു കേട്ടോ. ഇന്ന് അത്ര ചൂടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി കയറി നേരെ ഡ്രീം മോളിലേക്ക് വന്നു. കാരണം ഇവിടെ വെച്ചാണ് നമ്മുടെ മീറ്റപ്പ്. കൊല്ലംകാർക്ക് അങ്ങനെ പറയാനായിട്ട് വലുതായിട്ട് വലിയ സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ, ഈ കൂട്ടുകാരായിട്ട് പോകാനും കുറേ നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇങ്ങനെ മോളും കുറച്ച് ബീച്ചും അങ്ങനെയൊക്കെയുള്ളൂ. കുറച്ച് ബീച്ചല്ല, ഒരു ബീച്ച്. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കുറച്ച് നേരം കയറിയായിരുന്നു. കാരണം റുക്സാന കുറച്ച് ലേറ്റായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവിടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി ചുമ്മാ കുറേ സാധനങ്ങളൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും അതാ നമ്മുടെ റുക്സാന വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ 2ാമത്തെ ഫ്ലോറിൽ പോയി. അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കവിടെ വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല, എവിടെയൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കോർട്ടിൽ തന്നെ കുറച്ച് സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അവിടെയൊക്കെ ഒന്നിരുന്ന് വിശ്രമിച്ച് കുറച്ച് കഥകൾ പറയാം എന്നോർത്താണ് അവിടെ ഇരുന്നത്. അപ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാനത് എടുത്ത് കൊടുത്തു. നമ്മളിപ്പോൾ മുകളിലാണുള്ളത് ഗൈസ്. അവർ ചിരിക്കുന്നു ഗൈസ്, എൻ്റെ ഓൺ വോയിസ് വീഡിയോ എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് റുക്കു, ഇതാണ് റോസു, ഇതാണ് ജാൻമോൾ. അങ്ങനെ ആ വെളുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ഫലൂഡ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. ഇവളുമാർക്ക് അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ഷുഗർ കട്ടൊക്കെ ആയിരുന്നു, എന്നാലും ആ ത്യാഗം ഞാൻ സഹിച്ചു. ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് കുറച്ച് ഫലൂഡ കഴിക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ.
റീൽസ് ഓളി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നപ്പോഴാണ് ഫലൂടയ്ക്കുള്ള വിളി വന്നത്. അങ്ങനെ ഞാൻ പോയി ഫലൂട മേടിച്ചു. ഈ കൂട്ടത്തിൽ ഏറ്റവും ചളിക്കാരിയും ഏറ്റവും ഉത്തരവാദിത്തമുള്ളത് എനിക്ക് മാത്രമാണ്. മിക്കവാറും തലയൊന്നും കാണത്തില്ല, എടുക്കുന്നുണ്ട് കാര്യമായിട്ട്. ഇവിടെ അങ്ങോട്ടേ കാണത്തുള്ളൂ. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ കട്ടും കുട്ടുമൊക്കെ പോയി. എനിക്കിനി വേണം ഇത്. അതൊന്നും കുഴപ്പമില്ല, വല്ലപ്പോഴും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കുറേ കഥ പറഞ്ഞു. എന്തൊക്കെയോ അൺവാണ്ടഡ് ടോപ്പിക്സും നമ്മുടെ ലൈഫും എല്ലാം. പണ്ടത്തെ ഓരോ കഥകളായിരുന്നു. അയവറക്കലായിരുന്നു നമ്മുടെ മെയിൻ ജോലി. ആക്ച്വലി അവൾക്ക് കുറച്ച് കാലേ ഉള്ളൂ, ഇവൾക്ക് ഭയങ്കര അങ്ങനെ അവളുമാരുടെ കാലിൻ്റെ അളവൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബാത്റൂമിൽ പോയി. എന്തിനാന്നല്ലേ, മിറർ സെൽഫിക്ക് വേണ്ടി, അല്ലാതെ എന്തിനാ. അങ്ങനെ അവിടെ കുറച്ച് കോപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ച ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഒരു അടിപൊളി ഡേ തന്നെ ആയിരുന്നു.